ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഏൽക്കാനും പാടില്ല. അല്ലാതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് രണ്ട് മനുഷ്യരെ കൊല്ലാമെന്ന് കരുതിയിട്ട് ഒരു മൃഗവും കാട്ടിലില്ല. എല്ലാ കാട്ടിലെ മൃഗങ്ങൾക്കും മനുഷ്യരെ ഭയമാണ്. അത് പരിണാമപരമായിട്ട് മനുഷ്യൻ നമ്മുടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളാണ് ആദ്യമായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജീവവർഗം എന്നുള്ള രീതിയിൽ തന്നെ മനുഷ്യന്റെ വലിപ്പത്തിനേക്കാളും ഉപരി, ഞാൻ നേരത്തെ പറഞ്ഞ വലിപ്പം സംശയത്തില് ഒരു ആനുകൂല്യം കൊടുക്കുന്നതിലുപരി ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവവർഗത്തിന് പരിണാമപരമായിട്ട് മറ്റു ജീവികൾക്കൊക്കെ ഭയമുള്ള ജീവിയാണ്. അപ്പൊ കാട്ടില് നമ്മൾ കയറുന്നതോട് കൂടിയിട്ട് എല്ലാ ജീവവർഗങ്ങളും, നമ്മൾ ഒരു ജീവിയും കാണുന്നതിന് മുമ്പ് ആ ജീവികളൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ആനയായാലും കടുവയായാലും ഒക്കെ കഴിയുന്നതും അവർക്ക് വേറെ എൻഗേജ്മെന്റ് ഇല്ലെങ്കിൽ. അതേസമയം അവർ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ വേട്ടയാടിയ ഒരു മൃഗത്തിനെ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ വരുന്നെങ്കിൽ ചില സിഗ്നലുകൾ, അതായത് ഓരോ പരിധികളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഈ ജീവിയുടെ സാന്നിധ്യം അവർ നേരത്തെ തന്നെ നമ്മുടെ മണം കൊണ്ട് നമ്മൾ അതിനോട് അടുത്തോട്ട് വരുമ്പോഴൊക്കെ അറിയുന്നുണ്ട്. ചില സിഗ്നലുകൾ, ചില ഒരു ഞരക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ മുരളലൊക്കെ ഉണ്ടാക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടില് എപ്പോഴും നിശബ്ദമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും അതുകൊണ്ടാണ്. കാട്ടിലുണ്ടാകുന്ന വളരെ നേർത്ത ശബ്ദങ്ങൾ പോലും ഈ ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ട് പോകുന്നവർക്ക് നല്ല പാഠങ്ങളാണ്. അതുപോലെ മണം അറിയാനുള്ള ശ്രമം, ഈ